ഇന്നത്തെ സർവീസ് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അവിടെയായിരുന്നു. ഒരു ആംഷാട്ട് സർവീസിന് വേണ്ടി നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം ഡസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കവർ വാഷിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഡസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഡീറ്റെയിൽ സർവീസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കവർ വാഷാണ് നമ്മൾ ചെയ്യാൻ. പലർക്കുള്ള സംശയമാണ് നമ്മളിതിൽ കവർ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് ഫുള്ളായിട്ട് പോവോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂളിംഗ് ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൂളിംഗ് ഓയിലിനകത്ത് ഉള്ളിലോട്ട് കൂടുതലായിട്ട് ഡസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉള്ളിലോട്ട് കൂടുതൽ ഡസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി കവറിൽ ഇട്ട് വാഷ് ചെയ്താലും ഡസ്റ്റ് പോകില്ല. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ സർവീസിൽ ചെയ്യണം. ഇപ്പോൾ ഇതിൽ കൂളിംഗ് ഓയിലിൻ്റെ മുകൾ ഭാഗത്തും ബ്ലോവറിലും മാത്രമാണ് ഡസ്റ്റ് ഉള്ളൂ. എയർ ബ്ലോക്കും കാര്യങ്ങളും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കവർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കവർ വാഷ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ലിക്വിഡ് ഫോം എല്ലാം യൂസ് ചെയ്തിട്ടാണ് കവർ വാഷ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കവർ വാഷ് ചെയ്യുന്ന സമയത്ത് പല ടെക്നീഷ്യന്മാരും ഇൻഡോർ മാത്രം വാഷ് ചെയ്തിട്ട് പോകും, ഔട്ട്ഡോർ വാഷ് ചെയ്യില്ല. കാരണം ഈ ഔട്ട്ഡോറിനകത്ത് നമ്മൾ ഡസ്റ്റ് കൂടുതലുണ്ടെങ്കിലും കൂളിംഗ് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാതെ. അപ്പോൾ നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുന്ന സമയത്ത് ഔട്ട്ഡോറും മസ്റ്റായിട്ട് വാഷ് ചെയ്തിരിക്കണം. മെയിൻ നമ്മൾ ഈ കവർ വാഷിൽ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കവർ വാഷ് ചെയ്താലും എ സിക്ക് പ്രോപ്പറായിട്ട് കൂളിംഗ് കിട്ടില്ല. നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ട എയർ ഫ്ലോ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ സർവീസ് ചെയ്യുന്ന പല കസ്റ്റമേഴ്സും അവർ എല്ലാവരെയും ചിന്തിച്ചിരിക്കുന്നത് ഒരു വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒന്ന് സർവീസ് ചെയ്താൽ മതിയാണ്. അങ്ങനെയല്ല, നമ്മൾ ഡെയിലി യൂസുള്ള എ സി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മാസം ഡെയിലി യൂസ് ഉണ്ടെങ്കിൽ, അത്രയും ഡസ്റ്റ് ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ 3 മാസത്തിൽ എന്തായാലും ഒന്നല്ലെങ്കിൽ നോർമൽ സർവീസോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കവർ വാഷോ, ഓവർ ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ സർവീസ് ചെയ്യാം. അത് നമ്മളെപ്പോഴും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകാത്തതുകൊണ്ടാണ് പല കസ്റ്റമേഴ്സിനും ഈ എ സിയുടെ കംപ്ലയിൻറ്റ്സ് വരുന്നത്. നമ്മൾ ഈ എ സി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്താൽ തന്നെ എ സിയുടെ കൂളിംഗ് ബെറ്റർ ആവും. ഈ പലരും ഈ കറണ്ട് ബില്ല് കൂടുന്നു എന്നൊക്കെ പറയാനുള്ള മെയിൻ റീസൺ അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സർവീസ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. സർവീസ് കറക്റ്റായിട്ട് ചെയ്യാണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി കറണ്ട് ബില്ല് കൂടും, എ സിയുടെ കട്ട് ഓഫിങ് ടൈം കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് ബില്ലും കൂടും. ഇതേപോലെ തന്നെയാണ് പലർക്കും അലർജിയുടെ പ്രശ്നങ്ങൾ വരുന്നത്, അതായത് തുമ്മൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും, പല കസ്റ്റമേഴ്സിനും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എ സിയുടെ കൂളിംഗ് ഓയിലും എല്ലാം നന്നായിട്ട് ഫുൾ ബ്ലോക്ക് ആയിരിക്കും. ഈ പൊടിയാണ് അവർ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും സർവീസ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കുക. നമുക്കിതിലിപ്പോൾ വലിയ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരു വട്ടമാണ് നമ്മൾ ഈ എ സിയുടെ സർവീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും പ്രോപ്പറായിട്ട് എ സി സർവീസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ഓഫീസ് വരുന്നത് കൂടെ എറണാകുളത്താണ്, എറണാകുളം കാക്കനാടാണ്. അപ്പോൾ നമുക്ക് സർവീസ് നമ്മുടെ ഏരിയകൾ വരുന്നത് എറണാകുളം ഉണ്ട്. എറണാകുളത്ത് ഏകദേശം നമ്മൾ കാക്കനാട് 20 കിലോമീറ്റർ റേഡിയസിൽ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പാലക്കാട് ജില്ലയിൽ നമുക്ക് ഒറ്റപ്പാലം, പാലക്കാട്, ചെർപ്പുളശ്ശേരി, പട്ടാമ്പി, ഷൊർണൂർ ഈ ഏരിയയിലൊക്കെ നമുക്ക് സർവീസ് ഉണ്ട്.